ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി 13. ഉൽപ്പത്തി 13 അധ്യായത്തിൽ അബ്രഹാം തൻ്റെ വിശ്വാസയാത്ര തുടരുകയാണ്. ഈജിപ്തിലെ പരാജയത്തിന് ശേഷം തിരികെ സാറായിക്കും ലോത്തിനുമൊപ്പം തെക്കോട്ട് യാത്ര ചെയ്ത് ബേതേലിൽ എത്തുന്നു. മുൻപ് യാഗപീഠം പണിത സ്ഥലമാണത്. വീണ്ടും അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിക്കുന്നതായി നാം കാണുന്നു. അബ്രഹാമിൻ്റെ സമർത്ഥയ്ക്ക് പങ്കാളിയായിരുന്നു ലോത്ത്. എന്നാൽ ക്രമേണ അവരിരുവരുടെയും ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായി. തന്നെയുമല്ല, അവർ വന്നെത്തിയ പ്രദേശം ആളില്ലാത്ത ഒരു സ്ഥലമായിരുന്നില്ല. കനാന്യരും പെരിസ്യരും അവിടെ പാർക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് അബ്രഹാമിനും ലോത്തിനും തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കന്നുകാലികൾക്കും ആട്ടിൻകൂട്ടത്തിനും സ്ഥലം കണ്ടെത്തേണ്ടിയിരുന്നത്. സ്ഥലപരിമിതി കാരണം അവർ വേർപിരിയുവാൻ തീരുമാനിച്ചു. ലോത്തിന് ഇഷ്ടാനുസരണം ഏത് പ്രദേശവും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രാം നൽകി. ഭൗതിക താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ലോത്ത് ചാവുകടലിനടുത്ത് യോർദാൻ നദിയുടെ തടത്തിൽ നീരോട്ടമുള്ള ഫലപുഷ്ടമായ പ്രദേശം തിരഞ്ഞെടുത്തു. സോദോം ഗോമോറയെ ദൈവം നശിപ്പിക്കുന്നതിന് മുൻപ് ഈ സ്ഥലം യഹോവയുടെ തോട്ടം പോലെയും ഈജിപ്തിലെ സോവർ വരെയുമുള്ള സ്ഥലം പോലെയും ആയിരുന്നു എന്ന് 10-ാം വാക്യത്തിൽ പറയുന്നു. സോവർ എന്ന സ്ഥലത്തെപ്പറ്റി ലോത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉൽപ്പത്തി 19-ന്റെ 22-ാം വാക്യത്തിൽ നാം വീണ്ടും കാണുന്നുണ്ട്. ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ പാർത്തിരുന്ന ജനങ്ങൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളും ആയിരുന്നു. ഇവിടെ ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പിലും തീരുമാനങ്ങളിലും അപാകതയുണ്ടായി എന്ന് പിന്നീട് അവൻ്റെയും കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ തെളിയിക്കുന്നു. അബ്രാം ലോത്തിനോട് ദയാപൂർവം പെരുമാറുകയും അവന് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകുകയും ചെയ്തു. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് തരും. 14-15 വാക്യങ്ങൾ. ഒരു കാലടി സ്ഥലം പോലും അവകാശം ആയിട്ട് ലഭിക്കാതെ, സന്തതിയൊന്നുമില്ലാതെ ആ പ്രദേശത്ത് വന്നിറങ്ങിയ അബ്രാമിനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും ദൈവം കനാൻ ദേശം അവകാശമായി വാഗ്ദാനം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 7:5 വായിക്കുക. ലോത്ത് തിരഞ്ഞെടുത്തത് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയപ്പോൾ അബ്രാം തിരഞ്ഞെടുത്തത് ഇന്നും നിലനിൽക്കുന്നു. അബ്രാം ദേശത്ത് നെടുകയും കുറുകയും നടന്ന് ആ ദേശങ്ങൾക്ക് മുഴുവൻ അവകാശിയായി തീർന്നു. അതിനുശേഷം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ ചെന്ന് പാർത്തു. അവിടെയും യഹോവയ്ക്ക് യാഗപീഠം പണിയുന്നു. ഹെബ്രോൻ അബ്രാമിൻ്റെയും അവനുശേഷം ഇസ്രായേൽ ജനതയുടെയും ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും എന്ന സത്യമാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം ഉൽപ്പത്തി 12:3 നൽകുന്ന വാഗ്ദത്തം അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യൂദ ഇവരിലൂടെ നേരിട്ടുള്ള വംശപരമ്പരയിൽ യേശുക്രിസ്തു ജനിക്കുന്നതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.